ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ അക്കൗണ്ടിംഗ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗത്തെ കുറിച്ചിട്ടാണ്. അതായത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് അല്ലെ. അപ്പൊ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സർട്ടൻ ഗൈഡ് ലൈൻസ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് വളരെ യുണീക്ക് ആയിട്ട് യൂണിഫോം മാനറിൽ ലോകത്തെമ്പാടും നമ്മൾ പിന്തുടരണമെങ്കിൽ അല്ല ഒരേപോലുള്ള രീതിയിൽ പിന്തുടരണമെങ്കിൽ അതിനൊരു ഏകീകൃതമായിട്ടുള്ള ചില തത്വങ്ങൾ ഉണ്ടായിരിക്കണം. ആ തത്വങ്ങളാണ് നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെ. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും അതിനെ ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന സർട്ടൻ ഫോളോ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ വേൾഡ് വൈഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ഫോളോ ചെയ്യപ്പെടുന്നത്. അപ്പൊ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓരോന്നും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മത്സര പരീക്ഷകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നു കാണുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദ ഇമ്പോർട്ടന്റ് വൺ, ദ ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് ആണ്. ഓക്കെ, ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെ. അപ്പൊ ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ടന്റ് എന്താണ് ചെയ്യുന്നത്? ബിസിനസ് ആൻഡ് ബിസിനസ് മാൻ ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്? ബിസിനസ് മാനെയും അതേപോലെ ബിസിനസിനെയും രണ്ട് വ്യത്യസ്ത ആൾക്കാരായിട്ട് കണക്കാക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇത് ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ബിസിനസ് മാനെയും ബിസിനസിനെയും സെപ്പറേറ്റ് കാറ്റഗറിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇതറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേരുണ്ട്, അത് വളരെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓപ്ഷനിൽ ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റിന് പകരം ചിലപ്പോൾ നമുക്ക് അക്കൗണ്ടിംഗ് എന്റിറ്റി കൺസെപ്റ്റ് എന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. രണ്ടും ഒന്നാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കുക. അതേപോലെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ പ്രധാനപ്പെട്ടിട്ട് നമ്മുടെ ഓണറുടെ അല്ലെ ബിസിനസ് ഓണറെ ബിസിനസിന്റെ ക്രെഡിറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് ആണ്. ഓക്കെ, ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് ദ ഓണർ ട്രീറ്റ് ആസ് ദ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ് അല്ലെ. അതേപോലെ എപ്പോഴും ചോദിക്കുന്നതാണ് അക്കോർഡിംഗ് ടു വിച്ച് കൺസെപ്റ്റ് ക്യാപിറ്റൽ ട്രീറ്റഡ് ആസ് ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അല്ലെ. നമുക്കറിയാം ബിസിനസ് മാൻ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ക്യാപിറ്റല് ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഷോ ചെയ്യുന്നതിനുള്ള റീസൺ എന്താണ്? ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് അല്ലെ. ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് മാനെ സെപ്പറേറ്റ് ആയി ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസിന്റെ ലാബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബിസിനസ് മാൻ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനും ഉത്തരമായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ട ഏതാണ്? ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യം വളരെ വളരെ കൃത്യമായിട്ട് അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇൻ ദ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് വി കൺസിഡർ ഓൺലി ദ മോണിറ്ററി ടേംസ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെ. അതായത് ബിസിനസ്സിലെ മറ്റ് തരത്തിലുള്ള അതായത് ബിസിനസ്സിലെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള റീസൺ ഏത് തന്നെയാണ്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു മണി മെഷർമെന്റ് കൺസെപ്റ്റ് വി ഇഗ്നോറിംഗ് ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ് അല്ലെ. ബിസിനസ്സിലെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ, ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് അല്ലെ. നമുക്ക് ന്യൂമറിക്കലി കൺസിഡർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അതിനെ ഇഗ്നോർ ചെയ്യുന്ന കൺസെപ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിൻസിപ്പിൾസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ടെൽ ദാറ്റ് ഈസ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് അല്ലെ. അപ്പൊ അത് പ്രകാരം നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുള്ളൂ? മോണിറ്ററി ടേംസ് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളിക്കുള്ളൂ. ഓക്കെ, ദ ഇമ്പോർട്ടന്റ് അടുത്ത വൺ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എവറി ബിസിനസ് ഈസ് സ്റ്റാർട്ടിംഗ് ഫോർ അൺഡെഫിനിറ്റ് ലൈഫ് പീരീഡ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മള് ഇന്ന് തുടങ്ങിയിട്ട് നാളെ അടിച്ചുകൂട്ടാനല്ല, അതിന്റെ അൺഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ഏതൊരു ബിസിനസ്സും തുടങ്ങുന്നത് എന്നർത്ഥമാക്കുന്ന കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. PSC എക്സാമിനും ബോർഡ് എക്സാമിനും ഒക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വൈ ദ ക്യാരി ഫോർവേഡ് ഓഫ് ദ റിയൽ അക്കൗണ്ട്സ് അല്ലെ. ദ ബാലൻസ് ഓഫ് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ഓഫ് റിയൽ അക്കൗണ്ട്സ് ഏതിനെ ബേസ് ചെയ്തിരിക്കുന്നു? റിയൽ അക്കൗണ്ട് നമുക്കറിയാം പ്രോപ്പർട്ടീസും വരുന്നത് ഏത് അക്കൗണ്ടിലാണ്? റിയൽ അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ഈ റിയൽ ക്ലോസ്ഡ് ഒരിക്കലും നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല അല്ലെ. വി ബാലൻസിങ് ഓൺലി. അപ്പൊ എന്തുകൊണ്ട് അക്കൗണ്ട് ബാലൻസിങ് ചെയ്യുന്നു എന്നുള്ള റീസൺ നമുക്ക് ഏതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യപ്പെടാം? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പോ
ഒരു ബിസിനസ് അനന്തമായിട്ടുള്ള ഭാവിയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബിസിനസിന്റെ പ്രോപ്പർട്ടീസ് കൺസേൺ ചെയ്യപ്പെടുന്ന അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ വി നെവർ ക്ലോസ്, അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ വൈ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, അല്ലെ, അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യുന്നുള്ള കാരണം ഇത് തന്നെയാണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസുകളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ രീതിയിലാണ് ഓരോ ടേംസിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, അല്ലെ. ദ എൻറ്റയർ ലൈഫ് പീരീഡ് ഓഫ് എ ബിസിനസ് യൂണിറ്റ് ഈസ് സ്പ്ലിറ്റഡ് ഇൻ ടു എ സ്മോൾ പീരീഡ്. ചെറിയ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി 12-month പീരീഡ് ആണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ അതേപോലെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രിൻസിപ്പിൾസ് ആണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, അല്ലെ, വി ഹാവ് ടു റെക്കോർഡ് ദ കോസ്റ്റ് പ്രൈസ്, അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിലാണ്, കോസ്റ്റ് പ്രൈസിലാണ്, നോട്ട് ഇൻ ദ മാർക്കറ്റ് പ്രൈസ്, അല്ലെ. വി നെവർ യൂസ്ഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എനി ഐറ്റം ഇൻ ദ അക്കൗണ്ടിങ്. നമ്മൾ എന്താ ചെയ്യുന്നത്, കോസ്റ്റ് കൺസെപ്റ്റ്, അതായത് കോസ്റ്റ് വാല്യൂ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രിൻസിപ്പിൾസ് ആണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത് പ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എവറി ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാവ് 2 aspects, അല്ലെ. ഏതൊക്കെയാണത്, വൺ ഈസ് ഡെബിറ്റ് ആസ്പെക്ട്സ് ആൻഡ് അനദർ വൺ ഈസ് ക്രെഡിറ്റ് ആസ്പെക്ട്സ്, അല്ലെ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനും 2 തരത്തിലുള്ള ആസ്പെക്ട് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് കൂടി നമ്മൾ പരിചയപ്പെട്ടു പോകണം. അക്കോർഡിംഗ് ടു ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് വി പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ്, അല്ലെ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതാണ്, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അല്ലെ. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നതാണ് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഈ ഒരു റീസൺ അല്ലെങ്കിൽ വൈ ദ ബിസിനസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയറിംഗ് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായ ഉത്തരം ഏതാണ്, ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്.